എല്ലാവർക്കും ഒരു ഹൈ പോയി ഇന്നാണ് പോകുന്നത് ബാറ്റിൽ ത്രൂ ദ ഹെവൻ എന്ന ആനിമിൻ്റെ എപ്പിസോഡ് 176. ഓക്കെ, ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഇടുന്നില്ല. അതിന് മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ കുറച്ച് പേഴ്സണിലാണ് ജോലിൻ്റെ ഇതിനായിട്ട് എന്ന് വെച്ചാൽ ഓവർ ടൈമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 ഷിഫ്റ്റ് കൂടെ ചേർത്ത് ചെയ്യുന്നത് കൊണ്ട് തന്നെ പാടായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇനി കുറച്ചാൾ സിംഗിൾ ഷിഫ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ ഇടാനായിട്ട് മാക്സിമം ശ്രമിക്കാം. ഓക്കെ, അത് വിട്ട് ഓക്കെ. അപ്പോൾ കാണാൻ പോകുന്നത് ബാറ്റിൽ ത്രൂ ദ ഹെവൻ എന്ന ആനിമിൻ്റെ 176. ഓക്കെ, അപ്പോൾ എപ്പിസോഡിൻ്റെ ആദ്യം തന്നെ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അവസാനം കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. അത് ഫുൾ എനിക്ക് പറയാൻ പറ്റിയില്ല. ഇപ്പോൾ പറയാം. എപ്പിസോഡിൻ്റെ ആദ്യം തന്നെ മാസ്റ്റർ ക്യൂൻമെഡുസായിട്ട് സംസാരിച്ച് പ്യൂരിഫൈ ലോട്ടസ് ഫ്ലെയിം ഒപ്റ്റൈൻ ചെയ്യണമെങ്കിൽ അത് തീരുമാനിച്ചു. ഇപ്പോൾ നൈൻസറിൻ എല്ല സ്പ്രിങ്ങിലേക്ക് പോയിട്ട് സ്ട്രെങ്ത് കൂട്ടാനായിട്ട് തീരുമാനിച്ച് ഷിൻലിനാണ് അവരെ കൊണ്ട് പോകുന്നത്. കാരണം ഫൈറ്റ് ആൻഡ് ഡ്രൈവാണ് അവിടെ റൂൾ ചെയ്യുന്നത്. മാസ്റ്റർ അവനോട് യെല്ലോ ബ്ലഡ് ക്രിസ്റ്റൽ എന്നത് ഒരു സാധനം അത് ഒപ്പിക്കാനായിട്ടും പറയുന്നുണ്ട്. അതുപോലെ ഒരു സ്ക്രോള് അത് കൊടുത്തിട്ട് അതുവഴി എന്തോ ഒരു പിൻസ് അതുണ്ടാക്കാനായിട്ടും പറയുകയാണ്. വരാൻ പോകുന്നത് വലിയൊരു യുദ്ധമാണ്. അതിനു മുമ്പ് തന്നെ പ്രിപ്പയർ ആകണം. ക്യൂൻമെഡുസയുടെ 7 കളേർഡ് സാലവും പൈത്തണം, അത് 9 കളേർഡ് സാലവും പൈത്തണം വാങ്ങണമെങ്കിൽ ആ സ്ഥലം അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോകേണ്ടി വരും. അങ്ങനെ ഇപ്പോൾ കറക്റ്റ് പോവുകയാണെങ്കിൽ ഷിൻലിൻ അവരെ കൊണ്ട് പോവുകയാണ്. അവർ കണ്ട് അതിശയിച്ചു പോയി. കാരണം അണ്ടർഗ്രൗണ്ട് വേൾഡിൽ അങ്ങനെ ഒരു പ്ലേസ് തന്നെ ഉണ്ട്. അവരോട് ഓറ ഹൈഡ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ക്യൂൻമെഡുസൈ ഇവിടെ ലാർജായ സ്നേക് ഹ്യൂമൻ ട്രൈബ് എക്സിറ്റ് ചെയ്യുന്നൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവളുടെ ട്രൈബ് ബീസ്റ്റ് റൈമിൽ നിന്ന് പുറത്ത് വന്നിട്ടുണ്ടാകണം. അവരോട് എല്ലാ സ്പ്രിങ് ഇവിടെ ആയിട്ടാണ്. അങ്ങനെ പോകെ അവൾ കണ്ടുപിടിച്ച് അത് പറയുമ്പോൾ പവർഫുള്ളായ ഡൗസിനെ അവർ കാണും. കെയർഫുൾ ആകാനായിട്ട് പറഞ്ഞാണ് പോകുന്നത്. അങ്ങോട്ട് പോയി അവിടെ എത്തി പേര് പോലെ തന്നെ യെല്ലോ കളറിൽ കിടക്കുവാണ്. അത് ബോൺസിലെ ഫ്ലെയിമിനേക്കാൾ കോൾഡ് ഔറ ആണ് അവിടെ മുഴുവനായിട്ട്. അതുകൊണ്ട് തന്നെ അവിടെ അധികം സ്നേക് ട്രൈബ് അവിടെ ഉള്ളവർ വരില്ല ചെയ്യും. എനിക്ക് ക്യൂൻമെഡുസൈഡ് ഞാൻ ഉള്ളിലേക്ക് പോയിട്ട് യെല്ലോ സ്പ്രിങ് ക്രിസ്റ്റൽ അത് ഒപ്പിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ, വന്നിട്ട് ട്രെയിനിങ് ചെയ്യാം, അപ്പോൾ ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്യാം എന്ന് പറയാണ്. സൂക്ഷിച്ച് പറ്റിയില്ലെങ്കിൽ ഗീവ് അപ്പ് ചെയ്യുക. അവരോട് സ്വന്തമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ട് ഫ്ലെയിം യൂസ് ചെയ്ത് ഉള്ളിലേക്ക് പോയാണ്. ഡീപ്പായിട്ട് പോകുന്നു, എത്തുന്നില്ല. അവൻ വിചാരിച്ചതിനേക്കാൾ കോൾഡായിരുന്നത് അവിടെ. അപ്പോൾ എന്തൊക്കെയോ കറുത്ത ഷാഡോസ് പോലുള്ളത് വരുന്നുണ്ട്. അവന് ഇവിടെ അധിക നേരം നിൽക്കാൻ കഴിയില്ലെന്ന് മനസ്സിലായിട്ട് പെട്ടെന്ന് പോവുകയാണ്. ബോൾസിൽ ഫ്ലെയിമിനേക്കാൾ കൂടുതൽ കോൾഡ് വരികയാണെങ്കിൽ അവന്റെ ഡൗക്കി ഉപയോഗിക്കേണ്ടി വരും. അത് യൂസ് ചെയ്താൽ പിന്നെ അവൻ വീക്കായി കൊണ്ട് തന്നെ ഇരിക്കും എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. പെട്ടെന്നാണ് അവൻ എന്തോ അവന്റെ അടുത്തുണ്ടെന്ന് മനസ്സിലായി. അവനൊരു അറ്റാക്ക് കൊടുക്കുമ്പോഴാണ് അവന് മനസ്സിലായത് അത് കോൾഡ് എനർജി ക്രീച്ചേഴ്സ് ആണ്. എന്നാൽ അവനൊരു അറ്റാക്ക് കിട്ടിയിരുന്നു. അവിടെ നിന്ന പണിയാണെന്ന് മനസ്സിലായിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് പോവുകയാണ്. എന്നാൽ ആയിരക്കണക്കിന് ക്രീച്ചേഴ്സ് അവനെ ഫോളോ ചെയ്ത് വരികയായിരുന്നു. അത് തടയാൻ പാടുപെടുകയാണ്. കാരണം അവന്റെ ബോഡിയിലേക്ക് ആക്കി അത് അത്രയും പവർഫുള്ളായ അറ്റാക്ക് തന്നെയായിരിക്കും. എവിടെയെങ്കിലും ട്രാപ്പ് ആക്കണമെന്ന് ഉറപ്പിച്ച് പോയി ഒരു സ്റ്റോണിന് ചുറ്റുമായിട്ട് കറങ്ങി അത് അവിടെ കിടന്ന് കറങ്ങുന്ന ടൈം ശിവൻ ഹെവൻലി ഫ്ലെയിം യൂസ് ചെയ്ത് തടയുകയാണ്. കുറച്ച് നേരം തടയുന്നുണ്ട്. അവൻ അവിടെ നിന്ന് പിന്നെയും പോകുന്നുണ്ട്. മറ്റതിന് വരാൻ കഴിഞ്ഞില്ല. അങ്ങനെ താഴേക്ക് പോവുകയാണ്. ക്യൂൻമെഡുസ കണ്ടിട്ട് അവൾക്ക് ട്രെയിനിങ് ചെയ്യാൻ പറ്റിയ ഒരു ബെറ്ററായ സ്ഥലം തന്നെയാണ് ഇത് എന്ന് മനസ്സിൽ വിചാരിക്കണം. അത് തൊട്ടവ തന്നെ കോൾഡ് എനർജി എത്രത്തോളം എന്നതാണ് അറിയുന്നുണ്ട്. സിയോനോർത്ത് ടെൻഷനാവുകയാണ്. പെട്ടെന്ന് വരാൻ നോക്കി. എനിക്ക് ഒരു തവണ കൂടി റിസ്ക് എടുക്കാൻ കഴിയില്ല. എന്തെങ്കിലും പറ്റിയ ഉറപ്പായിട്ട് ഞാൻ വരും. അവളാണ് എല്ലാ സ്പ്രിങ്ങിലേക്ക് ആരടാ വന്നെന്ന വോയിസ്. അവിടെയുള്ള സ്നേക് ട്രൈബിലുള്ളവർ വന്നിട്ടുണ്ട്. ഇതറിയാതെ ശിവൻ പോയി അവസാനം ഒരു എൻഡിലെത്തി. അവിടെ ഗ്ലോ ആവുന്ന രീതിയിൽ എന്തോ അതിനുള്ളിലേക്ക് പോകുന്നു. അങ്ങനെ പോയപ്പോൾ വേറൊരു സ്ഥലത്തേക്ക് എത്തി. അവിടെ ഇനി ഡീപ്പായിട്ട് പോയി സെർച്ച് ചെയ്യണം എന്ന് പറഞ്ഞ് പോവുകയാണ്. അങ്ങനെ അവൻ നോക്കുന്നു. എന്നാൽ അവൻ വിചാരിച്ചത് യെല്ലോ ബ്ലഡ് ക്രിസ്റ്റല് ആയിരുന്നു. എന്നാൽ അത് കിട്ടുന്നില്ല. അതിനി പൈത്തൺ ട്രൈബ് ഹോൾഡ് ചെയ്യണോ എന്ന് വിചാരിക്കണം. അങ്ങനെ പോയി ഒരു സ്ഥലത്തെത്തി. ആ പേഴ്സന്റെ എനർജി ഓറ വളരെ പവർഫുൾ ആണ്. അയാളുടെ പേര് യാവോമിങ്. 2 സ്റ്റാർ ഡൗസൻഡ് ആണ്. അയാൾ 3 സ്റ്റാറെങ്കിലും കാണും. എന്നാൽ അയാൾ എന്തിനാണ് ചെയിനിൽ ലോക്കാക്കിയിരിക്കുന്നത് എന്ന് വിചാരിച്ച് വരുന്നു. പറയാൻ മറന്നില്ലേ, അവിടെ ഒരാളുണ്ടായിരുന്നു. അയാൾ കണ്ണ് തുറന്ന് കാണാണ് ഒരു ഹ്യൂമൻ പോയോ. നീ എങ്ങനെയാണ് ഈ പൈത്തൺ ഡ്രൈവിന്റെ ഫോർബിഡ് ലാൻഡിലെത്തി? പെട്ടെന്നാണ് അയാളെ ആ ചെയിനിലൂടെ കോൾഡ് ഫ്രീസ് കോൾഡ് എനർജി വെച്ച് അറ്റാക്ക് ചെയ്യുന്നത്. അതിലൂടെ ടൗക്കിയെല്ലാം ഇല്ലാതാകുകയാണ്. അയാളെ കൊല്ലാനല്ല ഇങ്ങനെ നരഹത്യ ചെയ്യുന്നത് എന്തിനാണെന്ന് മാത്രം മനസ്സിലായില്ല. അതാരാണ് ചെയ്യുന്നതെന്നും അറിയില്ല. ഷിയോയിനാവും വന്നത് ആ യെല്ലോ ബ്ലഡ് ക്രിസ്റ്റലിന് വേണ്ടിയാണ്. അതിന്റെ കാര്യം നോക്കാൻ എന്നോട് ക്ഷമിക്കുക, അറിയാതെ വന്നതാണ് എന്ന് പറഞ്ഞ പോയി നിൽക്ക്, എനിക്കറിയാം നീ വന്നത് എന്തിനാണെന്ന്. ഈ സമയം മുകളിലെ പെമ്പിള്ളേരാ വന്നവരെല്ലാം അടിച്ചിട്ടു. എന്നാൽ അവരുടെ ആൾക്കാര് ഉടനെ വരൂ എന്നതാണ്. ഷിയോയിനോട് നീ നമ്മുടെ ട്രൈബിലുള്ളതല്ല, ആ കോൾഡ് യെല്ലോ സ്പ്രിങ്ങിലേക്ക് വരണമെങ്കിൽ അത് യെല്ലോ ബ്ലഡ് ക്രിസ്റ്റലിന് വേണ്ടി തന്നെയാകും. എന്നെ സേവ് ചെയ്യും, ഞാൻ തരാം. അത് ചെറിയ ക്രിസ്റ്റലാണ്. 1000 വർഷത്തിൽ ഒരിക്കൽ അത് വരും. അത് നിനക്ക് കിട്ടിയില്ലെങ്കിൽ വെറുതെ തിരിച്ചു പോകണം. അടുത്ത 1000 വർഷം വേണ്ടി കാത്തിരിക്കണം എന്ന് പറയുമ്പോൾ ഷിയോയിനും മൈൻഡിൽ അത് ഓടുന്നുണ്ട്. എന്നാൽ നിങ്ങളെ ഇങ്ങനെ പിടിച്ച് കെട്ടിയിട്ടേക്കുന്നെങ്കിൽ പൈത്തൺ ഡ്രൈവായിട്ട് റിലേറ്റഡ് ആയി എന്തോന്നാണ്. ഞാൻ എന്തിനാ വെറുതെ മറ്റൊരു പ്രശ്നത്തിലേക്ക് തലയിടുന്നത്? അതിന് തിരിച്ചു പറയുന്നത് കേട്ട് ആണ് ഞെട്ടിയുന്നത്. സംഭവം എന്താണെന്നാ ഇയാൾ പൈത്തൺ ഡ്രൈവിന്റെ ചീഫാണ്. എന്നാൽ ഷിയോയിനെ അറിയുന്നത് വെച്ച് അത് യാവ ഷൗട്ട് ചെയ്യാനാണല്ലോ എന്നതിന് അത് ഇയാളുടെ ബ്രദറാണ്. യഥാർത്ഥത്തിൽ
ആകേണ്ടിയിരുന്നത് ഇയാളാണ്. യാവോമിങ് അവിടെയുള്ള ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്ത് ആ സ്ഥാനം ആക്കിയെടുത്തു. അതുപോലെ തന്നെ യാവോമിങ്ങിനെ ഇതുപോലെ ട്രാപ്പ് ആക്കി. എന്നാൽ അയാളെ കൊല്ലാതെ ഇങ്ങനെ ആക്കുന്നത് ചോദിക്കുമ്പോൾ കാരണം ദേഷ്യം, പ്രതികാരം. അവരുടെ അച്ഛൻ അവർ രണ്ടുപേരും കൂടി ഈ പൈത്തൺ ഡ്രൈവിനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിച്ചു. എന്നാൽ ജനിച്ചപ്പോൾ മുതൽ യാവോമിങ്ങിന് കിട്ടിയിരുന്ന പരിഗണന മറ്റവൻ്റെ ഉള്ളിൽ സ്ഥാനമോത്തേക്ക് വഴി നീട്ടി കിട്ടില്ല എന്ന് യാവോമിങ് തട്ടിയെടുക്കണം എന്നൊക്കെയുള്ള വിഷം കുത്തിക്കേറി. അതുകൊണ്ട് തന്നെ അവിടെ ഉള്ളവരെ എല്ലാവരെയും പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്ത് യാവോമിങ്ങിനോടുള്ള ദേഷ്യം ഇങ്ങനെ എത്തിച്ചു. ശിവൻ മനസ്സിലെ അവൻ്റെ രണ്ട് ബ്രദേഴ്സ് പോലും ഇവനെ ശിവശക്തിൻ്റെ ലീഡറാകാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്ന ഇവിടെയോ സ്വന്തം ചേട്ടനെ തന്നെ ഉപദ്രവിക്കുന്നു. അപ്പോഴേക്ക് പിന്നൊരു സൗണ്ട് മുകളിൽ എന്തോ കുഴപ്പമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ശിവന് പോകുന്നു. അപ്പോഴും പറയുന്നുണ്ട്, നീ ഇവിടെ പോയ അവർ നിന്നെ വെറുതെ വിടില്ല. അവനെ സപ്പോർട്ടുള്ള എൽഡർ ഒരാളുടെ ഡൗസൈൻ്റ് ആണ്, 1 സ്റ്റാർ. അത് കേട്ട് ശിവേന് സ്റ്റോപ്പായി. അയാളോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെ വിശ്വസിക്കും, വേറെ എൽഡേഴ്സ് ഉണ്ടല്ലോ. എന്നതിന് ഞാൻ പൈത്തൺ ഡ്രൈവിൻ്റെ ചീഫാണ്, എൻ്റെ വാക്ക് ഞാൻ മാറ്റില്ല. അതുമല്ല എൻ്റെ കയ്യിൽ പൈത്തൺ സ്കാഡ് റിലക്സ് ഉണ്ട്. അത് മറ്റേ എൽഡേഴ്സിൻ്റെ വാക്ക് എൻ്റെ വാക്കിനേക്കാൾ അതിന് പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്. ട്രൈബ് തന്നെ പ്രയോറിറ്റി കൊടുക്കുന്നുണ്ടെങ്കിൽ എൻ്റെ വാക്ക് കേട്ടിരിക്കും. പറയുന്നതെല്ലാം കേട്ട് ശിവന് മനസ്സിലായി 2 ഡൗസൈൻ്റ് അവരുടെ സ്ട്രെങ്ത് വളരെ കൂടുതലാണ്. ക്യൂൻവേർട്സിക്ക് മുന്നോട്ട് കൾട്ടിവേറ്റ് ചെയ്യാൻ പാടായിരിക്കും. ഇത് സത്യമാണെങ്കിൽ ഉപകാരമാണ്. പിന്നെ അറ്റാക്ക് ശിവൻ വന്നിട്ട്, ശരി ഞാൻ റിലീസാകാം, അതിനു മുൻപ് ഒരു കാര്യം ചെയ്യണം. എന്താണെന്ന് ചോദിക്കേ. അവരോട് പറയുന്നത് അയാളുടെ സോൾ ഓപ്പൺ ചെയ്യാൻ സീൽ വെക്കാൻ വേണ്ടി. സംഭവം റിലീസാക്കിയിട്ട് എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ശിവനെ അറ്റാക്ക് ചെയ്യാനായിട്ട് നോക്കിയാലോ. എന്നാൽ റിസ്ക് എടുക്കാൻ പറ്റില്ല. അതാണ് കാരണം. അത് കേട്ട് അയാൾക്ക് ദേഷ്യം വന്നു. ഇതേ ഒരു വഴിയുള്ളൂ. അയാൾ പിന്നെ സമ്മതിക്കണം. ഒരുപാട് വർഷമായിട്ട് ഇവിടെ കിടക്കണം, എനിക്ക് പുറലോകം കാണണം, എന്നെ ഇങ്ങനെയൊക്കെ അവനെ എനിക്ക് റിവഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് സോള് അത് പുറത്തെടുക്കുന്ന പൈത്തനാണല്ലോ ശിവനൊരു സീല്. അത് ആ സോളിലേക്ക് ആകുന്നുണ്ട്. അത് കുറച്ച് പെയിൻഫുൾ ആണെങ്കിലും അത് ചെയ്തു. നിന്റെ സ്റ്റോൾ സ്ട്രെങ്ത് വളരെ പവർഫുൾ ആണ് എന്ന് പറഞ്ഞിട്ട് അവനാ വേണ്ട എല്ലാ ബ്ലഡ് ക്രിസ്റ്റല് അത് കൊടുക്കുകയാണ്. അത് അയാൾ തന്നെ ഹോൾഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അതവന് കിട്ടി. ഇനി പറയും എങ്ങനെയാണ് ആ ചെയിൻ ബ്രേക്ക് ചെയ്താൽ മതിയോ എന്നതിന് ഇല്ല, അത് എല്ലാം ഇൻ സ്റ്റോൺ ആണ് കണക്ട് ചെയ്തേക്കുന്നത്. അതിലൂടെ വരുന്ന കോൾഡ് എനർജി ഡൗക്ക് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊരു മെക്കാനിസമാണ്. അത് ബ്രേക്ക് ചെയ്യാതെ അയാളുടെ ഡൗക്ക് തിരിച്ചു കിട്ടും. ചെയിൻ ബ്രേക്ക് ചെയ്യാം, ശിവന് അത് ഹെൽപ്പ് ചെയ്യുന്നെന്ന് പറയുകയാണ്. യെല്ലോ ഇൻ സ്റ്റോൺ അത് ബ്രേക്ക് ചെയ്യാൻ നോക്കുന്നു. എന്നാൽ അത് കഴിയുന്നില്ല. കാരണം ക്രാക്കാവുന്നതോടൊപ്പം ഡൗക്ക് ഇല്ലാതൊക്കെ അത് പിന്നെ പഴയതുപോലെ ആവുകയാണ്. പലതവണ നോക്കി എന്നിട്ട് പറ്റുന്നില്ല. അവനോട് സോൾ പവർ യൂസ് ചെയ്ത് നോക്കാനായിട്ട് പറയുന്നുണ്ട്. അവനും ഒക്കെ മെഡൂസൊക്കെ അവിടെ റിസ്കിലാണ്, പെട്ടെന്ന് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവ ചെയ്യുന്നു. അയാളാകട്ടെ ഇത്ര വർഷമായിട്ട് എനിക്കൊരു ഹോപ്പില്ലായിരുന്നു, ഇപ്പോൾ ഒരു ഹ്യൂമൻ വന്ന് ശിവൻ അവൻ്റെ സ്പിരിച്വൽ പവർ യൂസ് ചെയ്ത് ഒരു വീക്ക് പോയിന്റ് കണ്ടുപിടിച്ച് അതിലൂടെ സ്പിരിച്വൽ പവർ യൂസ് ചെയ്ത് ഒരു അറ്റാക്ക് കൊടുക്കണം. അതിന്റെ സീൽ കോർ അത് കണ്ടുപിടിച്ച് അത് ബ്രേക്കാക്കി. അതോടെ അത് ഫുള്ളായിട്ട് വീക്കായി പൊട്ടിത്തെറിച്ചു. അതോടെ അത് തകർന്ന് അയാൾ ഫ്രീ ആയി. എന്നിട്ട് പൊട്ടിച്ചിരിക്കണ്. വില്ലനാണോ എന്ന് വിചാരിച്ചെന്നാ എൻ്റെ പൊന്നാനിയ ഞാൻ വരുന്നുണ്ട്. അവിടെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കാണ്. ഇനി എന്തൊക്കെയാണെന്ന് അടുത്ത എപ്പിസോഡ് കാണാം. ഓക്കെ, ബൈ.